ഹലോ, മോം സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ ചക്കക്കൂട്ടാനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ചക്കയുടെ ചോളയും കുരുവും മടലും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി വെക്കുമ്പോഴാണ് ചക്കക്കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അത് കുക്കറിലാണ് വെക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി വെന്ത് വരുമല്ലോ കുക്കറിലാവുമ്പം. പിന്നെ ഞാനിതിലേക്കൊരു 2 കുരു കൂടി ഉണ്ട് കേട്ടോ, പോണ്ടിക്കുരു. നിങ്ങൾ ഇടാറുണ്ടോ അങ്ങനെ? ഞാനിവിടെ വെക്കുമ്പോൾ അങ്ങനെ ഇടാറുണ്ട്. നല്ല രസമാണ് അത് കഴിക്കാൻ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായ മുളക് പൊടി ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ഇതിലിടുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇടുക ബാക്കി. പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം, കുറച്ച് വെള്ളം, ചക്കയുടെ ഒരു പകുതിയിൽ നിൽക്കണ പോലെ വെള്ളം ഒഴിച്ചാൽ മതി. ഫുള്ളായിട്ട് ഒഴിക്കരുത് കേട്ടോ. ഇനി ഇതൊരു 4 വിസിലടിക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് അരച്ചെടുക്കാനുണ്ട് തേങ്ങ. അപ്പോൾ അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി, ഒരു 4 ചെറിയുള്ളി. ഇതൊന്ന് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അരയരുത് കേട്ടോ. പിന്നെ ചക്കക്കൂട്ടാനിലേക്ക് അത്യാവശ്യം തേങ്ങയൊക്കെ വേണം, എന്നാലാണ് അത് കഴിക്കാൻ നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ചെറുതായിട്ടൊരു തരി പോലെ ഉണ്ട് കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ അടിച്ചതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വേവണ ചക്കയാണ്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നല്ല വെന്ത ചക്ക ആയതുകൊണ്ട് എളുപ്പമാണ് ഉടയ്ക്കാൻ. ഒരു കൈലും കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. നമ്മളിതിലെല്ലാതും അടുപ്പ് കത്തിച്ചിട്ടല്ല, അതിൻ്റെ മുമ്പ് തന്നെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വെക്കുള്ളൂ കേട്ടോ. ചക്കക്കൂട്ടാൻ പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ അതാ നമ്മൾ അരപ്പ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണല്ലേ ചക്കക്കൂട്ടാൻ കഴിക്കാൻ. ചക്കക്കൂട്ടാൻ അധികം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവം തന്നെയാണ്. ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് ഇളക്കുക. ഇനി ഇതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഇനി ഗ്യാസിന്മേൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ആ തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി, അത്ര ആവശ്യമുള്ളൂ ഇനി ഇത്. അപ്പോൾ ഇതാ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് കണ്ടില്ലേ, ഇതാ ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊന്ന് വറുത്തിടാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം അതിലേക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നാടൻ വിഭവമാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് തരുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 വറ്റൽമുളകും പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അത് ഇടുന്നില്ല, വെറും കടുക് തന്നെ ഇടണുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കൂട്ടാലിക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്താ മണം! നല്ല അടിപൊളി നാടൻ ചക്കക്കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണം.